ഒരു ഗ്രാമത്തിലെ പൊതുജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്ന കൃഷിയിലൂടെയും കന്നുകാലികളെ വളർത്തുന്നതിലൂടെയുമാണ്. അത് കാര്യക്ഷമമാക്കുന്നതിന് കൃഷിഭവൻ്റെയും മൃഗ ആശുപത്രിയുടെയും പ്രവർത്തനം കാര്യക്ഷമമാക്കേണ്ടതാണ്. വെട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ അവിടുത്തെ കൃഷിഭവൻ ചെയ്യുന്നത് എന്താ? ആൾക്കാർക്ക് 2 വിത്ത് കൊടുക്കും, അല്ലെങ്കിൽ ഒരു വാഴക്കന്ന് കൊടുക്കും, അല്ലെങ്കിൽ 2 കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കും. അല്ലാതെ വേറൊന്നും അവിടെ നടക്കുന്നില്ല. അതല്ലെങ്കിൽ അവരെ ഉദ്യോഗസ്ഥർ അവിടെ വരുന്നു, ശമ്പളം വാങ്ങുന്നു, പോകുന്നു. അല്ലെങ്കിൽ ഇറങ്ങി തരിശ് ഭൂമികൾ കണ്ടെത്തുന്നു, അവിടെ കൃഷികൾ ചെയ്യുന്നതിന് പൊതുജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കാനേ പോകുന്നില്ല. പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളുടെ അതിർത്തി എവിടെയാണെന്ന് പോലും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരെടുത്ത് ചോദിച്ചാൽ അറിയാൻ കഴിയത്തില്ല. അതുപോലെ തന്നെ ഒരു മൃഗാശുപത്രി ഉണ്ട്, അവിടെ ഒരു അടിസ്ഥാന സൗകര്യമില്ല, അല്ലെങ്കിൽ അവർ ഫീൽഡിൽ പോകുന്നില്ല. അങ്ങനെയൊക്കെ സാഹചര്യങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം. ഈ ജനപ്രതിനിധികൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നത് പോലുമില്ല. അതായത് പഞ്ചായത്തിൻ്റെ അധികാരികൾ ശ്രദ്ധിക്കണ്ടേ? അവർക്കെന്താ രാവിലെ തോന്നുന്ന സമയത്ത് വരണം, തോന്നുന്ന സമയത്ത് തിരിച്ചു പോകണം. ഫയലുകൾ ചെയ്താൽ എന്ത്, ഫയലുകൾ ചെയ്തില്ലെങ്കിൽ എന്ത്, കൃത്യമായി അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാൻ, അല്ലെങ്കിൽ അത് കൃത്യത ഉറപ്പുവരുത്താൻ ഒരാൾ പഞ്ചായത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഒരാൾ പഞ്ചായത്തിലേക്ക് വേണ്ടി, അതിനൊരു അവസരം എനിക്ക് തരൂ. എൻ്റെ ചിഹ്നമായ കാർ ചിഹ്നത്തിൽ നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.